നോമ്പ് ചിന്തകൾ 1-ാം വെള്ളി. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനം ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയാണ്. പതിവ് പോലെ ഈശോ ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് വായിക്കുന്നത്. തൻ്റെ ഈ ലോകത്തിലെ അവസാന മണിക്കൂറുകളായി എന്നറിഞ്ഞുകൊണ്ടാണ് ഈശോ ഇന്ന് ഒലിവുമലയിലേക്ക് പോകുന്നത്. ശിഷ്യന്മാരും ഈശോയെ അനുഗമിച്ചപ്പോൾ തിരുവചനങ്ങളുടെ ആദ്യ ഭാഗത്തും അവസാനവും ഈശോ അവരോട് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ്. തീവ്രവേദനയിൽ, മാനുഷികമായ ബലഹീനതയിൽ അവിടുന്ന് ഒരു നിമിഷം പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. എന്നാൽ തൊട്ടടുത്ത നിമിഷം പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ജീവിതത്തിലെ തീരാവേദനകളിലും വലിയ പ്രതിസന്ധികളിലും മാനുഷികമായി തളരുമ്പോഴും ദൈവപിതാവിൻ്റെ തിരുവിഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ ഈശോ നമുക്ക് മാതൃക നൽകുകയാണ്. അഗ്നിസമാനമായ പരീക്ഷകൾ ജീവിതത്തിലുണ്ടാകുമ്പോഴും നിരാശരാകാതെ ദൈവത്തിൽ ശരണപ്പെടാൻ കഴിയണം. ഈശോയുടെ കഠിനവേദനയിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ ശക്തിപ്പെടുത്തി എന്ന് നാം വചനത്തിൽ കാണുന്നു. നമ്മുടെ വേദനകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ അദൃശ്യമായ കൃപ നമ്മെയും ശക്തിപ്പെടുത്തും. ദൈവകൃപയോട് ചേർന്ന് അനുദിന ജീവിതത്തിലെ പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു, പരീക്ഷകളെ അതിജീവിക്കുന്നവന് ജീവൻ്റെ കിരീടം ലഭിക്കും എന്ന്. ആത്മീയ ശക്തിയാൽ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശോയെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ നാം നോമ്പിലേക്ക് പ്രവേശിച്ചത്. ഈ നോമ്പുകാലത്ത് ദൈവത്തോട് ചേർന്ന് ആത്മീയ കരുത്ത് സ്വന്തമാക്കി അനുദിന പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്കും ശ്രദ്ധിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.